നമസ്കാരം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വ്യത്യസ്തങ്ങളായ വർഗീയ ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കി എങ്ങനെ വോട്ടുകൾ നേടാം എന്നാണ് UDF ശ്രമിച്ചത്. കോൺഗ്രസ് കേരളത്തിൽ എല്ലാ വർഗീയതയോടും സന്ധി ചെയ്തു പ്രവർത്തിച്ചു. ഇപ്പോൾ വിവിധ വർഗീയതകൾ കേരളത്തിലെ ഓരോ കുടുംബത്തെയും വർഗീയവൽക്കരിച്ച് ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഹിന്ദു വർഗീയത, ഭൂരിപക്ഷ വർഗീയത എന്ന നിലയിൽ ഈ ശ്രമം ദീർഘകാലമായി നടത്തി വരുന്നുണ്ട്. ന്യൂനപക്ഷ വർഗീയത കൂടി ആ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ കേരളത്തിന്റെ പുരോഗമന മൂല്യങ്ങളുടെ തിരസ്കാരമാണ് ഉണ്ടാവുക. കേരളത്തിന്റെ ഇടതുപക്ഷ അടിത്തറ തകർത്ത് ഇടതുപക്ഷ മതേതര മുന്നേറ്റങ്ങളെ തടയാനാണ് എല്ലാ പ്രതിരോധ ശക്തികളും ചേർന്ന് ശ്രമിക്കുന്നത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങളുടെ പൂർണ്ണ പിന്തുണയോടെയാണ് ഇത് നടക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പുകളിലും ഇതു തന്നെയാണ് നടന്നത്. ഈ സത്യം പറയാതിരിക്കാൻ കഴിയില്ല. ഭൂരിപക്ഷ വർഗീയതയെ ശക്തിയായി എതിർക്കും. അതിനർത്ഥം ന്യൂനപക്ഷ വർഗീയതയെ വിമർശിക്കാൻ പാടില്ല എന്നല്ല. ആ വിമർശനത്തെ അസഹിഷ്ണുതയോടെ കാണുന്നവരോട് നമുക്ക് സഹതപിക്കാനേ സാധിക്കൂ. വർഗീയതയിൽ തമ്പടിച്ച കോൺഗ്രസിന് ഇത് ഒരിക്കലും പറ്റില്ല. അതേസമയം വിജയരാഘവന്റെ പ്രസംഗത്തെ UDF നേതാക്കൾ രാഷ്ട്രീയമായി തെറ്റായി വ്യാഖ്യാനിച്ച് ആശയക്കുഴപ്പമുണ്ടാക്കുകയാണ്. ഇക്കാര്യം CPM നേതാവ് TP രാമകൃഷ്ണൻ വ്യക്തമാക്കുന്നുണ്ട്. അവർ വിജയരാഘവന്റെ പ്രസംഗത്തെ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ്. മുസ്ലിം ലീഗോ മുസ്ലിം വിഭാഗങ്ങളോ തീവ്രവാദികളാണെന്ന നിലപാട് CPM പാർട്ടിക്കോ വിജയരാഘവന് ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ലെന്നും TP രാമകൃഷ്ണൻ വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ജമാഅത്ത് ഇസ്ലാമി, SDPI തുടങ്ങിയ തീവ്ര മത നിലപാടുകളുള്ള സംഘടനകളെ UDFനൊപ്പം ചേർത്തു നിർത്താൻ നേതൃത്വം നൽകിയത് മുസ്ലിം ലീഗ് ആയിരുന്നു. ഇത് അവരുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ സ്വാധീനം ചെലുത്തിയെന്നാണ് വിജയരാഘവൻ പറഞ്ഞത്. രാഹുൽ ഗാന്ധി MP വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച് ഡൽഹിയിൽ എത്തിയത് മുസ്ലിം വർഗീയ ചേരിയുടെ ദൃഢമായ പിന്തുണയോടെ എന്നായിരുന്നു വിജയരാഘവന്റെ പരാമർശം. പ്രിയങ്ക ഗാന്ധിയുടെ ഘോഷയാത്രയുടെ മുമ്പിലും പിന്നിലും കണ്ടത് ന്യൂനപക്ഷ വർഗീയതയിലെ ഏറ്റവും മോശപ്പെട്ട വർഗീയ ഘടകങ്ങളായിരുന്നുവെന്നും വിജയരാഘവൻ ആരോപിക്കുന്നുണ്ട്. CPM വയനാട് ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം വയനാട് സുൽത്താൻ ബത്തേരിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരാമർശത്തിന് പിന്നാലെ ശക്തമായ ഭാഷയിലാണ് വിജയരാഘവനെതിരെ പ്രതിപക്ഷ പ്രതികരണം ഉണ്ടായത്. കോൺഗ്രസ് എല്ലാ ജാതിമത വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന പാർട്ടിയാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം.